ഒറ്റയ്ക്കോ ആരോടെങ്കിലും ചേർന്നോ കായികാവബോധ പരിശീലനങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്തെല്ലാം തരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ടൈപ്സ് ഓഫ് കോട്ടക്കാവ് പ്രാക്ടീസ്, ഡെവലപ്പ് കോർഡിനേഷൻ, അവയർനെസ് ആൻഡ് അക്യുറസി. വിവിധ കോട്ടക്കാർ പരിശീലനങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏതെല്ലാം വിധ പരിശീലനങ്ങളാണ് ബാഡ്മിന്റൺ പരിശീലനത്തിലുള്ളത്, ഏതെല്ലാം ആണ് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പരിശീലനങ്ങൾ, ഏതെല്ലാമാണ് രണ്ടുപേർക്ക് മാത്രം ചെയ്യാവുന്ന പരിശീലനങ്ങൾ, ഇവയാണ് ഇന്നത്തെ പ്രമേയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കോട്ടക്കാവിന് പല പരിശീലനങ്ങളുണ്ട്, പലതരം പരിശീലനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കമിടുന്ന പരിശീലനമാണ് ഈ ബാറ്റൺ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ മിക്കവാറും ഈ കോട്ടക്കറവ് പരിശീലനം നൽകുന്ന സഹവാസങ്ങൾ, ക്യാമ്പുകൾ, സത്സംഗങ്ങൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയിൽ എല്ലാത്തിലും പ്രോഗ്രാമിന് മുമ്പേ, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് കോട്ടക്കാർ ബാറ്റൺ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പ്രോഗ്രാം തീരുന്നത് വരെയും ഓരോ ഇടവേളകളും കഴിഞ്ഞ് ഒത്തുകൂടുന്നത് കോട്ടക്കാർ ചെയ്തുകൊണ്ടായിരിക്കും. അത് ബാറ്റൺ പ്രാക്ടീസ് ആയിരിക്കില്ല. ബാറ്റൺ പ്രാക്ടീസ് തുടക്കത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. മറ്റു പല പ്രാക്ടീസുകൾ, പലതരം പ്രാക്ടീസുകളുണ്ട്, ഓരോന്നും അതാത് സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും തുടക്കത്തിൽ ചെയ്യുന്ന ബാറ്റൺ പ്രാക്ടീസ് എന്നുള്ളതിൽ നമ്മൾ പ്രധാനമായി നിൽക്കുന്ന, കൂട്ടമായിട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന, രണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യും. അത് തന്നെ എല്ലാ പ്രാക്ടീസും ഒരു പരിപാടിയിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം 1 മണിക്കൂറാണ് നമുക്ക് അതിനാകെ സമയം മാറ്റിവെക്കാൻ പറ്റുക. 1 മണിക്കൂർ കൊടുക്കാൻ പറ്റുന്നത് വളരെ ചെറുതാണ്. അതിലും അതിന്റെ തിയറിയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ കുറെ സമയം പോവും. അപ്പോ ഇതിങ്ങനെ വ്യത്യസ്ത തരം പരിശീലനങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരേ രീതിയിലുള്ള പരിശീലനം മാത്രം ചെയ്താൽ എല്ലാ ശേഷികളും ഒരുപോലെ വികസിക്കില്ല. നമ്മുടെ ഫാക്കൽറ്റീസ്, പലതരം ഫാക്കൽറ്റീസ് ഉണ്ട്. ഈ പലതരം ഫാക്കൽറ്റീസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവിധ തരം പരിശീലനങ്ങൾ ചെയ്യാം. അപ്പോ എന്തൊക്കെയാണ് വിവിധ തരം പരിശീലനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വലത് കൈ ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള ബാറ്റൺ കൈമാറ്റം. ഇത് തന്നെ ഇടത് കൈ ഉപയോഗിച്ചുള്ള ബാറ്റൺ കൈമാറ്റമുണ്ട്. 2 കൈകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് തന്നെ കൂട്ടത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടുള്ള പരിശീലനമാണ്. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള തിരശ്ചീനമായിട്ടുള്ള ബാറ്റൺ കൈമാറ്റമുണ്ട്. പിന്നെ സാങ്കല്പിക ഭാരം നൽകിയിട്ട്, ഈ പാറ്റേണ് സാങ്കല്പിക ഭാരം നൽകിക്കൊണ്ടുള്ള കൈമാറ്റമുണ്ട്. 2 പരിശീലിതർ തമ്മിലുള്ള ഇരട്ട ബാറ്റൺ കൈമാറ്റമുണ്ട്. 2 പേർ തമ്മിലുള്ള കാര്യങ്ങള്. പിന്നെ ഒറ്റക്കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വയം ബാറ്റൺ പ്രാക്ടീസുകളുണ്ട്. ഇങ്ങനെ പലതരം പ്രാക്ടീസുകളുണ്ട്. അത് ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസുകൾ, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രാക്ടീസുകൾ എന്നിവയൊക്കെയാണ് ഇതിലുള്ളത്. ഈ വലത് കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഇടത് മസ്തിഷ്കത്തെ, അതുപോലെ തന്നെ നമ്മുടെ യുക്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫാക്കൽറ്റികളെയാണ് അത് ഡെവലപ്പ് ചെയ്യുക. ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇത് ബാലൻസ് ചെയ്യുക. സാധാരണ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. റൈറ്റ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബാലൻസ് ചെയ്യുക. ഇവ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊന്നുമല്ലാതെ പിന്നെയും വ്യത്യസ്തതകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വലതു മസ്തിഷ്കത്തിന്റെ കൺട്രോളിലാണ് ഇടതുവശത്തെ അവയവങ്ങൾ, ഇടതുവശത്തെ ചലനങ്ങൾ. വ്യത്യാസം മനസ്സിലാക്കുക. ഇടതുവശത്തെ അവയവങ്ങളും ചലനങ്ങളും വലതുവശത്തെ ആധാരമാക്കുക. വലത് മസ്തിഷ്കത്തിന്റെ നിയന്ത്രണത്തിലാണ്. നേരെ തിരിച്ച് ഇടത് മസ്തിഷ്കത്തിന്റെ നിയന്ത്രണത്തിലാണ് വലതുവശത്തെ അവയവങ്ങളും ചലനങ്ങളും. അപ്പോ വലത് കൈ
അതിന്റെ നിയന്ത്രണം ഇടത് മസ്തിഷ്കത്തിനാണ്. ഇടതുവശം അതിന്റെ നിയന്ത്രണം വലത് മസ്തിഷ്കത്തിനാണ്. ഈ വലത് കൈ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ ഈ രണ്ട് മസ്തിഷ്ക ഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഇതുപോലുള്ള, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ്, ഇതുപോലുള്ള ഒരുപാട് തരം പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്റൺ ഏതെല്ലാം രീതിയിൽ ചലിക്കണം. ഇപ്പോ ഉദാഹരണത്തിന് ഒറ്റക്കൈ കൊണ്ട് സ്വയം ബാറ്റൺ ഇങ്ങനെ ചലിപ്പിക്കുന്ന, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അവ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ, ഇവയെല്ലാം ചേർന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ ബാറ്റൺ ഭ്രമണം എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇത് പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ വലതുവശത്ത് പ്രാക്ടീസ് ചെയ്യും, ഇടതുവശത്ത് പ്രാക്ടീസ് ചെയ്യും, നിരന്തര താളത്തിൽ പ്രാക്ടീസ് ചെയ്യും. ഇതെല്ലാം തന്നെ നമ്മുടെ വിവിധ തരം ഫാക്കൽറ്റികൾ, അതെല്ലാം നമ്മളെ ക്ലാസ്സിലാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. വിവിധ തരം ഫാക്കൽറ്റികൾ ഡെവലപ്പ് ചെയ്യും. അപ്പോ വലത് കൈയെ നിയന്ത്രിക്കാൻ, അതായത് ഇടത് കൈയെ നിയന്ത്രിക്കാൻ, വലത് മസ്തിഷ്കത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, പിന്നെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള പലതരം പ്രാക്ടീസുകൾ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അതേസമയം രണ്ടുപേർ ചെയ്യുന്ന പരിപാടികളുണ്ട്. രണ്ട് ബാറ്ററികൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന പരിപാടി. ഇത് കൂട്ടമായിട്ടും ചെയ്യട്ടോ. രണ്ട് ബാറ്റൺ വെച്ചിട്ട് ഒറ്റ ബാറ്റൺ കൈമാറുന്ന സമയത്ത് രണ്ട് ബാറ്റൺ കൈമാറി പോകുന്ന ഒരു രീതിയുണ്ട്. രണ്ടുപേർ മാത്രം നിന്ന് രണ്ട് ബാറ്റൺ ഒരേ സമയത്ത് മാറ്റി എടുക്കുന്ന രീതിയുണ്ട്. ഒരു ബാറ്റൺ രണ്ടുപേർ മാറി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിശീലനമുണ്ട്. പിന്നെ രണ്ടു പേരുടെ ചലനങ്ങൾ, ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ടുപേരുടെ ഭ്രമണ ചലനങ്ങൾ, കൈമാറ്റ ചലനങ്ങൾ, വെർട്ടിക്കലായിട്ടുള്ള ചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ പരസ്പരം ഏകോപിപ്പിക്കുന്ന ഒരു പരിശീലനമാണ് ഉണ്ടാവുക. രണ്ടുപേർക്ക് രണ്ട് താളമായിരിക്കാം, ആ രണ്ട് താളങ്ങളെ ഏകതാളത്തിൽ കൊണ്ടുവരാനുള്ള പരിശീലനമാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ റെസ്പോൺസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന്റെ പ്രാക്ടീസാണ് ഈ രണ്ടുപേർ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഡെവലപ്പ് ചെയ്തു വരിക. പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് അതുണ്ടാക്കാനും ഇത് സഹായിക്കും. ഒരു വ്യവസ്ഥ അതിന്റെ സിംബയോസിസിൽ നിന്നും ഉണരുന്ന ഫോക്കസിങ്ങിലൂടെയാണ് അതിന്റെ വൈറ്റൽ ഫോക്കസിങ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി അവർ ലോങ് ചെയ്യുന്ന സമയത്ത് പ്രകൃതി അത് നിശ്ചയമായും നടപ്പിലാക്കും എന്നൊരു നിയമമുണ്ട്. ഈ നിയമത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഈ സംയുക്ത ശ്രദ്ധാ പരിശീലനം എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് തിരശ്ചീന ബാറ്റൺ പരിശീലനം എന്ന് പറയുന്നത്. ബാറ്റണുകൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിർത്തുന്നതിന് പകരം തിരശ്ചീനമായിട്ട് നിർത്തുന്നു. തിരശ്ചീനമായിട്ട് നിർത്തുന്ന സമയത്ത് ഈ വെർട്ടിക്കലായിട്ട് നിർത്തുമ്പോൾ തലയും വാലുമുണ്ട്, മുകളും താഴ്വശമുണ്ട്. അപ്പോ ഊർധ്വദിശ അധോദിശ എന്നുള്ള അവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെ തിരശ്ചീനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഇടത് വലത് എന്നുള്ളൊരവസ്ഥയുണ്ട്. നമ്മൾ പിടിച്ചിട്ടുള്ളതിന് ഇടത് വലത് എന്നുള്ളൊരവസ്ഥയുണ്ട്. ഈ ബാറ്റന്റെ ചലനം ഇടത്തേക്കാണോ വലത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവിടെ നിർണയം ചെയ്തിട്ടാണ് ചലന ദിശകൾ തീരുമാനിക്കുന്നത്. ഇവിടേക്കുള്ള ശ്രദ്ധ, ഇത് ഏത് വഴിക്ക് പോകണം എന്നുള്ള മനസ്സിന്റെ ശ്രദ്ധയെ പരിശീലിക്കുകയാണ് നമ്മൾ. അതിനെ അനുഭവിച്ച് പരിശീലിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വ്യത്യസ്ത ചലന ദിശകളിലൂടെ ഇതിനെ കൊണ്ടുപോകുന്ന രീതി പരിശീലിക്കുന്നത്. ഇത് ആത്യന്തികമായിട്ട് പ്രാണനം ചെയ്യുന്ന സമയത്ത് പ്രാണന്റെ ദിശ ഉപരി ദിശയിലേക്കാണോ അധോ ദിശയിലേക്കാണോ, ഊർധ്വ ദിശയിലേക്കോ അധോ ദിശയിലേക്കോ എന്നുള്ളത്. രണ്ട്, അതിന്റെ ഗതി ഇടത്തേക്കാണോ വലത്തേക്കാണോ നടുവിലേക്കാണോ എന്നുള്ള കാര്യങ്ങൾ. ഇത് സ്വന്തം നിയന്ത്രണത്തിലാകണം, സ്വന്തം അവബോധത്തിലായിരിക്കണം, സ്വന്തം അറ്റൻഷനിലായിരിക്കണം സംഭവിക്കേണ്ടത്. അത് സംഭവിക്കാനുള്ള പ്രാക്ടീസാണ് ഈ തിരശ്ചീന ബാറ്റൺ പ്രാക്ടീസിൽ സംഭവിക്കുന്നത്. അല്ലെ ബാറ്റൺ പ്രാക്ടീസിൽ ദിശ എന്ന് പറയുന്നത് അതാണ്. പിന്നെ കൈയും കണ്ണും തമ്മിൽ ഏകോപിപ്പിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ സ്ഥലം, കാലം, ബോധം ഇവയെ വികസിപ്പിക്കാൻ ഈ തിരശ്ചീന ബാറ്റൺ പരിശീലനം സഹായിക്കും. പലതരം
ഉണ്ട്, നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഫോക്കസിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയും. ചലനത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതുപോലെ വേറൊന്നാണ് നമ്മൾ ഭാവനയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സാങ്കല്പിക ഭാരമുള്ള പരിശീലനം. ഇതേ ബാറ്റൺ ഉപയോഗിച്ച് തന്നെ നമ്മൾ അതിന് വ്യത്യസ്ത സങ്കല്പങ്ങൾ നൽകും, ഭാരം നൽകും, അതുപോലെ തന്നെ അതിന് വ്യത്യസ്ത രൂപങ്ങൾ നൽകും. നമ്മൾ ബാറ്റൺ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നാടകത്തിൽ കണ്ടിട്ടില്ലേ, നാടകത്തിൽ സങ്കല്പത്തിന് ഒരു ഉപകരണം വെച്ചുകൊണ്ട്, അപ്പോ ഉദാഹരണത്തിന് ചെറിയൊരു വടി പിടിച്ചത് ഫോണാണെന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഉദാഹരണമാണത്. അതുപോലെ നമ്മൾ വ്യത്യസ്ത ഭാരമുള്ള, വ്യത്യസ്ത ഡയമെൻഷനുള്ള വസ്തുക്കളെ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ബാറ്റൺ കൊണ്ട് ചെയ്യുന്ന പരിശീലനങ്ങൾ. ഇത് മാനസിക കേന്ദ്രീകരണത്തിനും സങ്കല്പബോധം ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിയന്ത്രിത ചലനം, സങ്കല്പബോധത്തോടുകൂടി മാനസിക കേന്ദ്രീകരണം നടത്തി നിയന്ത്രിത ചലനം നടത്താൻ ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല ഇന്റേണൽ കോർഡിനേഷനും അവബോധത്തിന്റെ ഒരു പ്രസൻസിനും വേണ്ടിയിട്ട്, പ്രസൻസ് ഓഫ് മൈൻഡിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മുഴുവൻ പറയാൻ ഇവിടെ കഴിയില്ല, അത്രയും ഉണ്ട്. അപ്പോ ഇതിൽ ഈ ഇത്രയേറെ പരിശീലനങ്ങൾ, ഈ വ്യത്യസ്ത പരിശീലനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഇടത് വലത് അകം പുറം വ്യത്യസ്ത സോണുകള്, വ്യത്യസ്ത ടൈം, വ്യത്യസ്ത ഡയമെൻഷൻ, വ്യത്യസ്ത വെയിറ്റ്, ഈ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലെ ഏകോപനം എന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക ജീവിതത്തിന് ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ആ ഏകോപന വികസനമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവബോധങ്ങളുടെ കോർഡിനേഷൻ, അവബോധത്തിന്റെ ഡെവലപ്മെന്റ്, പിന്നെ ഈ റെസ്പോൺസിന്റെ കൃത്യത, ആക്യുറസി എന്ന് പറയുന്നത്, റെസ്പോൺസീവ് ആക്യുറസി എന്ന് പറയുന്നത്, ഫോക്കസ് ഡെവലപ്പ് ചെയ്യല്, നാഡികളുടെ ഫ്ലെക്സിബിലിറ്റി, ഈ കോർട്ടിക്കൽ ഡിസിഷന്റെ ഒരു മെച്യൂരിറ്റി, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോർട്ടിക്കൽ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് അറിഞ്ഞ് സീരിയസ് ആയി ഉൾക്കൊണ്ട് അത് തന്റെ ലിമിറ്റ് എന്താണ്, തന്റെ പോസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവാണ്. ഒരാളുടെ ജീവിതത്തെ തന്നെ തിരിച്ചു വയ്ക്കാൻ പാകത്തിലുള്ള ഒന്നാണ് ഈ കോർട്ടിക്കൽ ബാറ്റൺ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരുപാട് പ്രാക്ടീസുകൾ കോർട്ടിക്കൽ തന്നെയുണ്ട്. അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ, സ്വയം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബാറ്റൺ പ്രാക്ടീസ് ആണ് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു മാറ്റത്തെ കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമ്മളിൽ സാരമായ മാറ്റമുണ്ട്. എൻറ്റയർലി മാറും അല്ല, സാരമായ മാറ്റം. അപ്പൊ ഈ രീതിയിലേക്ക് എത്തിക്കാനാണ് കോർട്ടിക്കൽ വിവിധ പരിശീലനങ്ങൾ. അത് കോർഡിനേഷൻ, അവയർനെസ്സും ആക്യുറസിയും ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും കോർട്ടിക്കൽ പരിശീലനങ്ങളിൽ പങ്കെടുത്ത് നിങ്ങളുടെ അവബോധ തലങ്ങളെ ഈ വിധത്തിൽ ആക്യുറേറ്റ് ആക്കി മാറ്റുന്ന ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കുക. നിങ്ങൾക്ക് അത്തരം പരിശീലനങ്ങൾ കിട്ടാനുള്ള വേദികളുണ്ടോ എന്ന് പരിശോധിക്കുക. ആ റൂമായി നാളെ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.